ശ്രീം നമ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ മഹാസദർശനായ. ഓം നമോ ഭഗവതേ മഹാസദർശന. ഓം ഹൃദയായ നമഃ. സ്വാമം ശിഖായ ശ്രീതംഗജായ രാമകൃഷ്ണായ വിളിയം നേത്രാഭ്യമോഷണായ സ്വാഹായ
നമോ നാരായണായ. ഓം നമോ ഭഗവതേ ഭാസ്കർശനായ. ദേവന്റെ സ്വാനം ദേവന്റെ സ്വാദം ഓം സ്വാഹ ഭൂ സ്വാഹ ഭൂ സ്വാഹ സ്വസ്വാഹ രുഭോ സ്വാഹ ഗുരുഭ്യോ നമ സ്വാഹ ഗംഗണപതേ നമ സ്വാഹ സത്യനാരായണായ ദേവികായ പരമാത്മാ ദേവതാ. നമോ നാരായണായ സ്വാഹ. ഓം നമോ നാരായണായ സ്വാഹ. 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 ഓം നമോ നാരായണായ സ്വാഹ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം കേശവായ സ്വാഹ. ഓം നാരായണായ സ്വാഹ. ഓം മാധവായ സ്വാഹ. ഗോവിന്ദായ സ്വാഹ. ഓം മധുസൂദനായ സ്വാഹ. വിക്രമായ സ്വാഹ. ഓം വാമനായ സ്വാഹ. ശ്രീധരായ സ്വാഹ. ശ്രീ ഋഷികേശായ സ്വാഹ. ഓം പത്മനാഭായ സ്വാഹ. ദാമോദരായ സ്വാഹ. ഓം നമോ ഭഗവതേ വാസുദേവായ സ്വാഹ. നമോ ഭഗവതേ ഭാസ്കരായ 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 സ്വാഹ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ രായ വൃക്ഷായ പരമാത്മനെ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ രായ വൃക്ഷായ പരമാത്മനെ ഓം നമോ ഭഗവതേ ഭാസ്കരായ ജ്വാലാവരീതായ സുദീക്ഷണായ സ്വാഹ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ രായ വൃക്ഷായ പരമാത്മനെ നമോ ഭഗവതേ ഭാസ്കരായ ജ്വാലാവരീതായ സുദീക്ഷണായ സ്വാഹ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ രായ വൃക്ഷായ പരമാത്മനെ നമോ ഭഗവതേ ഭാസ്കരായ
ഓം ക്ലീം സ്നായ ഗോവിന്ദായ ഗോവിന്ദായ ഓം ക്ലീം സ്നായ ഗോവിന്ദായ ഓം ക്ലീം സ്നായ ഗോവിന്ദായ ഗോവിന്ദായ പരമ്പരായ ഓം ക്ലീം സ്നായ ഗോവിന്ദായ ഓം ശ്രീകൃഷ്ണായ ഗോവിന്ദായ ഓം ക്ലീം സ്നായ ഗോവിന്ദായ ഓം ക്ലീം സ്നായ ഗോവിന്ദായ
ഒരാൾ
ഗുരുവായൂർ ഞാൻ ശബ്ദത്തിന് മോശം രാധെ ഗോപികമാരെ 10,000 ആളെ ഇഷ്ടം പോലെ ഭക്തന്മാരെ ആകർഷിക്കുന്ന ശബ്ദത്തിന് മോശം 4 പാട്ട് പാടി പോയി ആൾക്കാർ പോയി എന്തായാലും ഒരാളിരിക്കുന്നു അയാളോട് ചോദിക്കാറ് അയാളോട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എവിടെ പോയി ഗുരുവായൂർ പോയി അയാൾ പറഞ്ഞു അത് കല്ല് പറക്കാൻ പോയി അപ്പൊ എന്തിനാ കല്ല് പറക്കാൻ പോയി ഇത്ര സ്വർണ്ണാക്കി മാറ്റാനാണ് നമുക്ക് ആൾക്കാർ നടന്ന് കല്ല് പറക്കുക നടന്ന് കല്ല് പറക്കാം ഉണ്ടായിട്ട് വരുന്നു തുറന്നുകൊണ്ടിരുന്നു ഗുരുവായൂർ മുഖത്ത് കല്ല് വെച്ച് 5 ദിവസം ഭാഗവതം കേട്ടിട്ട് ഇവർക്ക് ഒരു സാധനം മണ്ടയെ കയറിയില്ല ഇതിൽ നേരത്തെ ചുളുപ്പുക ഇരിക്കുന്നതാണ് എന്തായാലും ഒരാളെങ്കിലും ഇരിക്കണ്ടല്ലോ അയാളോട് നന്ദി പറയാനായിട്ട് അയാളോട് പറഞ്ഞു അങ്ങനെ ഇരിക്കണ്ടല്ലോ അതെങ്കിലും സമാധാനമായി അപ്പൊ അയാൾ പറഞ്ഞു അതെ ഗുരുവായൂരപ്പ എന്റെ കാലൊരുക്കിയിരിക്കുക വീട്ടിലുള്ള എല്ലാവരും സപ്താഹം കേൾക്കാൻ കിട്ടുമല്ലോ വീട്ടിൽ ചാപ്പാടൊന്നുമില്ല എവിടെ വന്നാൽ എന്തെങ്കിലും കിട്ടുമല്ലോ അതിനെ വേണ്ടി അവസ്ഥ അതുകൊണ്ട് ഗുരുവായൂരപ്പ കാര്യം പോകുമ്പോ ആ സ്വർണ്ണാക്കിയിട്ടുള്ള കല്ലില്ലേ അതിന് നന്നിട്ട് പോകണം ഇതുകൂടി കേട്ടത് ഗുരുവായൂരപ്പന്റെ ഒറ്റ മുഖനാണ് ഞാൻ ദൈവങ്ങളിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇത് പറയാൻ കാരണം നമ്മൾ ധാരാളം സപ്താഹങ്ങൾ ഇതുപോലെ യജ്ഞങ്ങളൊക്കെ പങ്കെടുക്കുന്നു ഈ ഗുരുവായൂരപ്പൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ മുന്നിൽ വന്നിട്ട് തെളിവ് കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിന് നമസ്കരിക്കണം കൂടി ഒരു മനുഷ്യൻ തോന്നിയില്ല ഇനി അദ്ദേഹത്തിനെ പോയി തൊട്ടാൽ പിന്നെ ഒരു ഐശ്വര്യത്തിന് കല്ല് സ്വർണ്ണാക്കി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് നമസ്കരിക്കണമെന്നോ ഒന്നും ഒരു മനുഷ്യന് തോന്നിയില്ല പരമാവധി കല്ല് പറഞ്ഞാൽ പരമാവധി സ്വർണ്ണാക്കി അപ്പൊ നമ്മളിവിടെ ഭൂരിഭാഗം ആൾക്കാരുടെ മെന്റാലിറ്റി ഇതാണ് നമ്മൾ അങ്ങനെ ആവരുത് വിചാരിച്ച് പറയാം മുഴുവൻ കാര്യങ്ങളും നമുക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റില്ല കുറച്ച് കാര്യങ്ങളുടെ ഭാഗവതോ നാരായണിയൊക്കെ കേട്ട് പകർത്താം അല്ലെങ്കിൽ വായിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് സമയം കളയില്ല പക്ഷെ നാളെ നോക്കി
ಓಂ ಸಂಸ್ಕಾರ ಸ್ವಾಹ ಸಂಸ್ಕಾರ ಸ್ವಾಹ ಸ್ವಾಹ
എല്ലാവർക്കും ആ സമയത്തിനുള്ളിൽ നിന്ന് പരിപാടികൾ തീർക്കണം. അപ്പോൾ അതുകൊണ്ട് 8 മണി വരെയാണ് സമാപനത്തിൻ്റെ സമയം. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ 1000 അല്ലെങ്കിൽ കൂടുതൽ ഹോമിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. നമ്മുടെ പരിപാടിയിൽ നിന്നുകൊണ്ട് ഹോമിക്കും. നമ്മൾ വലിയൊരു യജ്ഞാകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇതൊരാൾ രണ്ടാൾ ചെയ്യുന്നതല്ല, നമ്മൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സുദർശനനാമം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിവിടെ മഹാവിഷ്ണുവിനെ കുറിച്ച് 3 മന്ത്രങ്ങളായിട്ടുണ്ട്. മഹാസുദർശന മന്ത്രം, ലഘുസുദർശന മന്ത്രം, സുദർശനമാരാധന 3 മന്ത്രങ്ങളായിക്കൊണ്ട് ഹോമം നടത്തി ആ പലതരത്തിലുള്ള നമുക്ക് വന്നിരിക്കാവുന്ന സുദർശനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആയുധമാണ്. ആ ആയുധത്തിന്റെ ഉദ്ദേശം തന്നെ 2 തരത്തിൽ ആയുധത്തിൽ ഉദ്ദേശിക്കുക. ആയുധങ്ങളെ കൊണ്ട് 2 തരത്തിൽ ഉപയോഗമുണ്ട്. ഒന്ന് ശത്രുക്കളെ ഇല്ലാതാക്കാം, നമുക്കെതിരെ വരുന്ന ആൾക്കാരെ നശിപ്പിക്കാനായിട്ടായിട്ട് ഉപയോഗിക്കാം. നമുക്കൊരു സംരക്ഷണത്തിനായിട്ടായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ കയ്യിൽ ആയുധങ്ങളുണ്ടെങ്കിൽ നമ്മളൊരു പട്ടി കഴിക്കാൻ നമ്മൾ നമ്മുടെ കയ്യിൽ വടി ഉണ്ടെങ്കിൽ പട്ടി വരിക. മനസ്സിലായോ? അതായത് മനസ്സിലായ ആയുധം തന്നെ. അപ്പൊ നമ്മുടെ കയ്യിൽ ആയുധം ഉണ്ടെങ്കിൽ നമുക്കൊരു സംരക്ഷണമാണ്. നമുക്കെതിരെ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ അടുത്തേക്ക് വരാൻ ഒരു പേടിയുണ്ട്. അപ്പൊ നമുക്ക് സ്വയം സംരക്ഷണത്തിനും അതേ സമയത്ത് മറ്റുള്ളവരെ ഇല്ലാതാക്കണമെങ്കിൽ ശത്രുക്കളെ ഇല്ലാതാക്കണം. അപ്പൊ അതിനാണ് ഈ ആയുധങ്ങൾ. എല്ലാ ദേവന്മാരും ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നത്. എല്ലാ ദേവന്മാരുടെയും വലതു കൈയിൽ കൊണ്ടുവന്ന് പ്രയോഗിക്കാതെ ആയുധങ്ങളായിരിക്കും, ഇടതു കൈയിൽ കൊണ്ടുവന്ന് കളിക്കാനും പ്രവർത്തി ചെയ്യാതെ ആയുധങ്ങളായിരിക്കും. അതുകൊണ്ട് എല്ലാ ദേവന്മാരും ദേവിമാരും ഈ ആയുധധാരികളാണ്. അതുകൊണ്ട് ആ ആവശ്യമുള്ള ആയുധമാണ് സുദർശനം. ഈ സുദർശനം നല്ല ദർശനം ഉണ്ടായിട്ട് നല്ല കാഴ്ച, നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമായിട്ട് നമ്മുടെ മുന്നിൽ എന്തൊക്കെ നിൽക്കുന്നുണ്ടോ ആ തടസ്സങ്ങളൊക്കെ ഇല്ലാതാക്കി നമ്മുടെ ആ യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ടുള്ള ഭഗവാനിലേക്കുള്ള അത് ഒഴിവാക്കാനാണ് ശ്രമം ചെയ്തത്. അത് അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറിയ അഭ്യർത്ഥനയുള്ളത്, ഇവിടെ നാരായണീയ യജ്ഞമാണ് നടക്കുന്നത്. അപ്പൊ ഈ നാരായണീയ യജ്ഞത്തിലെ ഈ ഹോമം അവസാനിപ്പിക്കുന്നത് നാരായണീയമാണുള്ളത്. ഇവിടുത്തെ അവസാനത്തെ ഹോമമാണ്, ഈ യജ്ഞത്തിന്റെ അവസാനത്തെ ഹോമമാണ്. അപ്പൊ നമുക്ക് ഈ ഹോമത്തിന്റെ പൂർണ്ണാഹുതിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതൊരു അഭ്യർത്ഥന ഉള്ളത്, നമുക്കിതിലെ നാരായണീയ യജ്ഞത്തിൽ ഹോമിക്കാൻ ഏറ്റവും ഉചിത നാരായണീയം. നാരായണീയം മുഴുവൻ ഹോമിക്കാനുള്ളത് പ്രായോഗികമല്ല. ഞാനങ്ങനെ ഹോമം ചെയ്തത് എല്ലാവരും ശ്രദ്ധയ്ക്കായിട്ട് പറയുകയാണ്. ആദ്യമായിട്ട് ലോകത്തിലാദ്യമായിട്ടാണ് വേറെ ആരെങ്കിലും ചെയ്തതെന്ന് അറിയാൻ നാരായണീയ ഹോമം നടത്തി ക്ഷേത്രത്തിൽ ഓരോ ശ്ലോകവും ചൊല്ലി അവസാനം സ്വാഹ ചേർത്തിട്ട് പാൽപ്പായസം ഭഗവാനെ ഹോമിച്ചു. നമ്മളിവിടെ ഹോമകുണ്ടത്തിൽ ഭഗവാനെ ഹോമിച്ച് ഓരോ ശ്ലോകത്തിന്റെയും അവസാനം ഖണ്ഡികാഹോമത്തിന്റെ സമ്പ്രദായം അങ്ങനെയാണ്. ഓരോ ശ്ലോകം ചൊല്ലി സ്വാഹ ചേർത്ത് 700 ശ്ലോകങ്ങൾ പായസം ഹോമിച്ചു. അതേപോലെ ഓരോ ശ്ലോകവും ചൊല്ലി ഈ 100 ദശകവും പാൽപ്പായസം ഹോമിച്ചിട്ട് ഹോമം ചെയ്തു. 4.5 മണിക്കൂർ സമയമെടുക്കും. അങ്ങനെ ഒരു നിർദ്ദേശം ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ വളരെ കൃത്യമായ പരിപാടികളായതുകൊണ്ട് 4.5 മണിക്കൂർ തുടർച്ചയായിട്ട് അങ്ങനെ നീക്കിവെക്കാൻ ഇവിടെ സമയമില്ല. അതുകൊണ്ട് മറ്റൊരവസരത്തിൽ അത് എല്ലാവരുടെയും സഹകരണത്തിന് നമുക്ക് ചെയ്യാം. വളരെ പ്രത്യേക ഒരു അനുഭൂതിയാണ്. നമ്മുടെ ഹോമിക്കാൻ മാത്രമേ ഞാനുള്ളൂ, പാരായണത്തോടുള്ള നിങ്ങളാണ്, മീൻസ് കൂടുതൽ ആൾക്കാരാണ്. എല്ലാവരും കൂടി ഒന്നിച്ച് പാരായണം ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സുദർശനമാമം നാരായണീയത്തിനായിട്ടാണ് സമർപ്പിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, എഴുന്നേറ്റ് നിന്നിട്ട് പൂർണ്ണമായി നാരായണം ചെയ്യാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് ആദ്യത്തെയും അവസാനത്തെയും ശ്ലോകം ചൊല്ലി ഇത് എന്താ ഭാഗ്യം ജനാനാം എന്നാണ് ചൊല്ലിയിട്ട് നമുക്ക് ഇതിനകത്ത് അവസാനിക്കാം. അപ്പൊ എല്ലാവരും ഒന്നിച്ച് അപ്പൊ നമ്മൾ ആ നാരായണീയെ പൂർണ്ണമായിട്ടും ജപിച്ച ഒരു ഫലം നമുക്ക് കിട്ടും. നമ്മളിവിടെ കുറിച്ചിരിക്കുന്നത് സാക്ഷാൽ ശംഖചക്ര ഗതാപത്മധാരിയായിട്ടുള്ള സാക്ഷാൽ ഗുരുവായൂർ തന്നെയാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആയുധം തന്നെയാണ് ദർശനം. അതുകൊണ്ട് ഈ നാരായണീയ യജ്ഞത്തിന്റെ സമാപന ദിവസമായിട്ടുള്ള ഇന്ന് സമാപന വേദിയിൽ നാരായണീയം സമർപ്പിച്ചിട്ട് നമുക്ക് ഈ സുദർശനഹോമം ഭഗവാനായിട്ട് സമർപ്പിക്കാം. അപ്പൊ എല്ലാവരും ആദ്യത്തെ ശ്ലോകവും അവസാനത്തെ ശ്ലോകവും ചില്ല. അവസാനത്തെ ശ്ലോകത്തിൽ ഹന്തഭാഗ്യം ജനാനാം എന്ന് കഴിഞ്ഞാൽ സ്വാഹ എന്ന് കൂടി ചേർക്കണം. എന്ത് ഹോമിക്കുമ്പോഴും സ്വാഹ ചേർക്കണം. നിങ്ങളാണ് ഹോമിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഹോമിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ആചാരമായിട്ട് ഞാൻ ഇരിക്കുന്നതേയുള്ളൂ. അപ്പോൾ എല്ലാവരും അവസാനം സ്വാഹ ചേർത്ത് നമുക്ക് ഇത് എന്നിട്ട് കർപ്പൂര ഗർഭത്തിൽ അവസാനം നിത്യമോക്തം
അയം അധരേ പാദമൂലം നിത്യം ചിത്തസ്ഥിരം മേ പവനപ്രഭവേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ വിശേഷതാ പ്രതിശതു പരമാനന്ദസന്ധോ ലക്ഷ്മീ ജ്ഞാത്വാ മഹത്വം യതികനികടികം വിശ്വനാഥക്ഷമേധാ സ്തോത്രം ചെയ്ത സഹസ്രോത്തരമധികരം ത്വത്പ്രസാദായ ഗൗരിയാമി വേദാനാരായണീയം ശ്രുതിശുദ്ധദർശാ ശുക്യരാവർണ്ണനേനാം ശ്രീകം ലീലാവതാരേ ഇതമിവ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം Krishna Krishna Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama Rama Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare